അല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ടോ ഒരു ഭരണ കാലയളവ് കൊണ്ടോ പൂർത്തിയാക്കി നടപ്പിലാക്കി ആവിഷ്കരിച്ച് നടപ്പിലാക്കി പൂർത്തിയാക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊരു തുടർ പ്രക്രിയയാണ്. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ഇപ്പോഴും തുടരുന്നു. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് കാലഘട്ടം കടന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പരിഷ്കരണങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഇതിവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമ്മളൊക്കെ ലേബൽ ചെയ്യുന്ന ആ കമ്മ്യൂണിസം, ആ സങ്കല്പം, അതുതന്നെ ഒരു പുതിയ പന്ഥാവിലേക്ക് ഞങ്ങൾ മാറുകയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ സംസ്ഥാന സമ്മേളനം. അതിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ പ്രയോജനം ജനാധിപത്യ സംവിധാനത്തിൽ കേരളം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ നേതാക്കളാണ് ജനങ്ങളുടെ ഭാഗധേയം നിർണയിക്കുന്നത്. അതുകൊണ്ട് ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. രാഷ്ട്രീയ നേതാവിന് ഭരണകർത്താവിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം അത് നിർവഹിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഉദാത്തമായ സൗന്ദര്യം. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം ഒന്നും കൂടെ ഈ ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ, ചരിത്രപരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില അപചയങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് പറഞ്ഞതിനെ ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു പന്ഥാവിലേക്ക് കടന്നുവല്ലോ. അത് പിണറായി വിജയൻ എന്ന നേതാവ് അതിന് മുൻകൈ എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ആധികാരികതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് സ്വകാര്യ ഫീസിൻ്റെ കാര്യത്തെക്കുറിച്ച്, ഫീസല്ല, വരുമാനം വർദ്ധിപ്പിക്കാൻ പൊതുമേഖല മാത്രം പോരാ, സ്വകാര്യ മേഖലയിൽ നിന്നും വരുമാനം കൂട്ടണം. ഞാൻ ഒരു ഉദാഹരണം, റോഡിൽ ടോൾ എന്നുള്ളതൊരു പരാമർശ വിഷയമായി. ഈയിടെ കിഫ്ബി ടോൾ പിരിക്കാൻ പോകുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ റോഡുകളിലേക്ക് നോക്കിയാൽ നൂറുകണക്കിന് ആഡംബര കാറുകൾ കാണാം. ഈ കാറുകളൊക്കെ നമ്മുടെ സാധാരണക്കാരുടെ പണമെടുത്ത്, അല്ലെങ്കിൽ വായ്പയെടുത്ത് ജനങ്ങളുടെ സർക്കാർ വായ്പയെടുത്ത് ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന റോഡുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ജനങ്ങളാണല്ലോ ആത്യന്തികമായിട്ട് അതിന് കാശ് കൊടുക്കേണ്ടത്. ഇതിലൂടെ കാറോടിച്ചു പോകുന്ന സമ്പന്ന വിഭാഗം വലിയൊരു വിഭാഗമാണ്. അവരുടെ വലിയ വില കൂടിയ കോടികൾ വിലയുള്ള കാറുകളൊക്കെ ഒഴുകി പോവുകയാണ് ആ റോഡേ കൂടെ. ഇതിന് ഒരു സൗജന്യമായിട്ടാണ് പോകുന്നത്. ഇതിനെന്താ ഇത്ര ടോള് പിരിച്ചാലുള്ള കുഴപ്പം എന്താ? എവിടെയാണ് കുഴപ്പം? കാറുള്ളവൻ്റെ നിന്ന് മാത്രമേ അല്ലേ മേടിക്കുന്നുള്ളൂ. മോട്ടോർ സൈക്കിളൊക്കെ ഓടിക്കുന്നവർക്ക് സൗജന്യമായിട്ട് പോകാം. സൈക്കിൾ പോകുന്നവർക്ക്, നമ്മൾ നടന്നു പോകുന്നവർക്ക് ഒരു പ്രശ്നമില്ല. കേരളത്തിലെ ഒരു മധ്യവർഗം വളരെ സമ്പന്നരായിട്ട് മാറിയിരിക്കുന്നു. ഗൾഫ് പണം, അതുപോലെയുള്ള വ്യവസായം, കച്ചവടം, അതൊക്കെ കാരണമാവാം. പക്ഷേ ഇവരൊക്കെ വളരെയധികം സമ്പത്ത് ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഗവൺമെൻറ്റിന് കൊടുക്കാൻ തയ്യാറാകണം. ഞാൻ കോളേജിലെ ഫീസിൻ്റെ കാര്യം കൂടെ പറയട്ടെ. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സെമസ്റ്റർ പഠിക്കുന്നതിന് ഒരു വിദ്യാർത്ഥി കൊടുക്കേണ്ട ഫീസ് 6500 രൂപയാണ് ഒരു സെമസ്റ്ററിൽ. 4 വർഷം എന്ന് വെച്ചാൽ 4 വർഷത്തേക്ക് 8 സെമസ്റ്റർ. 6500 രൂപ വെച്ച് 8 സെമസ്റ്ററിലെ ഏതാണ്ട് 52,000 രൂപയേ ഉള്ളൂ. കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജ് മുതൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ച് പാസ്സാകാൻ ഒരു മിടുക്കനായ വിദ്യാർത്ഥിക്ക് കൊടുക്കേണ്ട ഫീസ് 52,500 രൂപ. ലോകത്തിൽ എവിടെയെങ്കിലും ഇത്രയും ഫീസുണ്ടോ? നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ സൗജന്യമാണ്. നമ്മളൊക്കെ എവിടെയാണ് ഫീസ് കൊടുത്തിട്ടുള്ളത്? പഠിക്കുന്ന കാലത്ത് പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എവിടെയാണ് ഫീസ് കൊടുക്കുന്നത്? ഇതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ കുറേശ്ശെ ഫീസ് കൊടുക്കാൻ കഴിയണം. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഇന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് വിദ്യാഭ്യാസം എന്നാണ്. ലോകത്തിൽ ഏറ്റവും, ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏറ്റവും വലിയ കച്ചവടം വിദ്യാഭ്യാസമല്ലേ? എൻട്രൻസ് പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് എത്ര ഫീസെന്നറിയാമോ? ഇവിടുത്തെ സ്വകാര്യ ഏജൻസികളാണ് എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്, എൻട്രൻസ് കോഴ്സുകൾ നടത്തുന്നത്. എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, നീറ്റ് പരീക്ഷ പാസ്സാകണമെങ്കിൽ, അതേപോലെയുള്ള പ്രവേശന പരീക്ഷകൾ പാസ്സാകണമെങ്കിൽ
ഈ സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് എൻട്രൻസ് കോഴ്സുകൾക്ക് ചേരണം. പ്രീ ഡിഗ്രി +2 പഠിക്കുമ്പോഴാണ് ചേരുക. അതാത് സ്കൂളുകളിലൊക്കെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്കൂളിൽ പഠിക്കുന്നതോടൊപ്പം വൈകുന്നേരം 1-2 മണിക്കൂറാണ് ഇത് പ്രത്യേക കോഴ്സുകൾ നടത്തുന്നത്. അതിനുള്ള ഫീസ് ഒരു കൊല്ലത്തേക്ക് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം. ഒരു സെമസ്റ്ററിലെ 6500 രൂപ എവിടെ? ഒരു വർഷത്തെ 2 ലക്ഷം രൂപ എവിടെ? ഓർക്കണം, ഈ 2 ലക്ഷം രൂപ വെച്ച് 4 ലക്ഷം കൊടുത്തിട്ടാണ് ഇവർ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് ചേർന്നതെന്ന് ഓർക്കണം. ഇത്തരം ഫീസ് കൊടുക്കുന്ന 2 ലക്ഷം കൊടുക്കാം അവിടെ, പക്ഷേ കോളേജ് ചെല്ലുമ്പോഴത്തേക്ക് 6500 രൂപയുള്ളൂ. അതാണ് എൻ്റെ വ്യത്യാസം. അതുകൊണ്ട് അത്തരം ഫീസുകൾ കൂട്ടുന്നത് ഒട്ടും പാപമല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം.